This part we are going to see what is venture capital, then its features, advantages as well as disadvantages. We already know that venture capital is a type of financial service that is of the head fund-based services. ഫണ്ട് ബേസ്ഡ് സർവീസസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് വെഞ്ചർ ക്യാപിറ്റൽ. യു ഓൾറെഡി നോ വാട്ട് ഇസ് ഫണ്ട് ബേസ്ഡ് സർവീസസ്. ഫണ്ട് ബേസ്ഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ട് ബേസ്ഡ് സർവീസസ് ആർ ദോസ് സർവീസസ് ദാറ്റ് ആർ യൂസ് ടു ഗെയിൻ അസെറ്റ്സ്. അവിടെ ആക്ച്വൽ ഫണ്ട് അല്ലെങ്കിൽ അസറ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വൽ ക്യാഷ് അല്ലെങ്കിൽ അസറ്റ് കൊടുക്കും. ആൻഡ് ഇവിടെ മെയിൻലി ഇൻട്രസ്റ്റും പ്രോഫിറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? റിട്ടേൺ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബാക്കി ഫണ്ട് ബേസ്ഡ് സർവീസസ് പ്രതീക്ഷിക്കുന്നത്. Now we'll see what venture capital is. It is a type of risk financing. അതായത് റിസ്കി വെഞ്ചേഴ്സിന് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ. It is a type of financing that involves that investors provide to startup companies and small businesses that are believed to have long-term growth and potential. അതായത് ഇതൊരു ടൈപ്പ് ഓഫ് ഫണ്ടിങ് ആണ്. ആർക്കാണ് കൊടുക്കുന്നത്? യൂഷ്വലി സ്റ്റാർട്ടപ്പ് കമ്പനീസ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ്സിനാണ് കൊടുക്കുന്നത്. അത് റിസ്ക് ഫിനാൻസിങ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ സ്മോൾ കമ്പനീസിനാണ് കൊടുക്കുന്നത്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസിനല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കൈൻഡ് ഓഫ് റിസ്ക് ഏറ്റെടുക്കുകയാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അവിടെ ചെയ്യുന്നത്. അവിടെ ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർക്ക് ഫിനാൻസ് കൊടുക്കുന്നതാണ് എന്ത്? വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. യൂഷ്വലി വെഞ്ചർ ക്യാപിറ്റലിൽ ആരൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെയാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ വരുന്നത്. എക്സാമ്പിൾ ഇന്ത്യയിൽ പീക്ക് എക്സ്ട്രീം പാർട്ട്നേഴ്സ്, ആസൽ ഇന്ത്യ, ഇതൊക്കെ ഇന്ത്യയിലെ വെഞ്ചർ ക്യാപിറ്റലിന്റെ എക്സാമ്പിൾ ആണ്. പീക്ക് പാർട്ട്നേഴ്സ് നമുക്കറിയാം ഓയോ പോലുള്ള കാര്യങ്ങളൊക്കെ ഫണ്ട് ചെയ്യുന്ന, ബൈജു ഒക്കെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു പീക്ക് പാർട്ട്നേഴ്സ്. സ്വിഗ്ഗി പോലുള്ള കൈൻഡ് ഓഫ് ബിസിനസ്സിനെ ഫണ്ട് ചെയ്യുന്നതാണ് ആസി ഇന്ത്യ. അങ്ങനെ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനീസിനെ, സ്മോൾ ബിസിനസ്സിനെ ഫണ്ട് ചെയ്യുന്ന ക്യാപിറ്റലാണ് വെഞ്ചർ ക്യാപിറ്റൽ. Now let's see its features. High risk and high return. High risk, as I told already, venture capital is a kind of risk capital. കാരണം എന്താണ്? ഇത് സ്മോൾ ആൻഡ് സ്റ്റാർട്ടപ്പ് കമ്പനീസിനാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹൈ റിട്ടേൺ പ്രതീക്ഷിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ റിസ്ക് ഏറ്റെടുക്കുന്നത്. കോസ്റ്റ് റിസ്ക് ആൻഡ് റിട്ടേൺ ഹാവ് എ പോസിറ്റീവ് ആൻഡ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേൺ സ്വാഭാവികമായിട്ടും ആൾക്കാർ പ്രതീക്ഷിക്കും. Moreover, it is a kind of equity participation. അതായത് who are equity shareholders? ഒരു കമ്പനിയുടെ ഓണേഴ്സ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ ഓണർഷിപ്പ് സ്റ്റേക്ക് ആണ് ആരിവിടെ ഉദ്ദേശിക്കുന്നത്? വെഞ്ചർ ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പുറത്തു നിന്ന് ജസ്റ്റ് കടം കൊടുക്കുന്നതല്ല. ഇവർ തന്നെ എന്താവും? ഈ കമ്പനീസിന്റെ ഓണർഷിപ്പിൽ ഒരു 30%, കമ്പനിയുടെ ഓണർഷിപ്പിൽ 25% അല്ലെങ്കിൽ 40% ഒക്കെ അവർ ഏറ്റെടുക്കും. ആൻഡ് ആസ് ഐ ടോൾഡ് ഏർലിയർ, ദേ ഹാവ് ലോങ് ടേം ഹോറിസോൺ. പെട്ടെന്ന് തന്നെ നമുക്ക് റിട്ടേൺ കിട്ടുന്നതല്ല. ഒരു 10-15 വർഷം വെയിറ്റ് ചെയ്തിട്ട് റിട്ടേൺ എടുക്കുന്നതാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ആൻഡ് ദേ ഹാവ് മാനേജീരിയൽ സപ്പോർട്ട്. അതായത് പലവരും ജസ്റ്റ് ക്യാഷ് മാത്രമല്ല കൊടുക്കുക, അവർ അതിന് പകരം ദേ പ്രൊവൈഡ് മെന്റർഷിപ്പ്, സ്ട്രാറ്റജിക് നെറ്റ്വർക്കിംഗ് ആൻഡ് സീറ്റ്സ് ഓൺ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിന് പകരം കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നോളജ് അവർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഫീച്ചർ ഇസ് ലാക്ക് ഓഫ് ലിക്വിഡിറ്റി. അതായത് ഇറ്റ് ഇസ് ലോങ് ടേം ഇൻ നേച്ചർ. നമ്മൾ പൈസ വെഞ്ചർ ക്യാപിറ്റൽ ആൾക്കാർ ഒരു ബിസിനസ്സിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടില്ല. വാട്ട് ഇസ് ലിക്വിഡിറ്റി? ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് വിത്തൗട്ട് ലോസ് ഓഫ് വാല്യൂ. പെട്ടെന്ന് തന്നെ പൈസയായിട്ട് തിരിച്ചു കിട്ടുന്നതാണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് ലിക്വിഡ് അല്ല. കാരണം എന്താണ്? ഇറ്റ് ടേക്ക് സം ടൈം ടു ഗെറ്റ് ബാക്ക് ദ റിട്ടേൺ. പൈസ ലോക്ക് ഇൻ ആവും, കുറച്ച് ടൈം കൊണ്ട് ലോക്ക് ഇൻ ആവും. ആൻഡ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്റ്റേജ്ഡ് ഫിനാൻസിങ്. അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിക്ക് 1 കോടി കൊടുക്കുന്നെങ്കിൽ ഒറ്റയടിക്ക് ആ 1 കോടി കൊടുക്കില്ല. ഇൻസ്റ്റെഡ് നമ്മൾ കുറച്ച് തവണകളായിട്ടേ കൊടുക്കുള്ളൂ. ലൈക്ക് സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നത്. പിന്നെ കമ്പനി കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് സീരീസ് എ എന്ന് പറയുന്ന ഫണ്ട് കൊടുക്കും.
പിന്നെ കുറച്ചുകൂടെ റേപ്പിഡ് എക്സ്പാൻഷന്റെ സമയത്ത് ബി എന്ന് പറഞ്ഞ ഫണ്ട് കൊടുക്കും. അങ്ങനെ തവണകളായി ആയിട്ടാണ് സ്റ്റേജ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഫണ്ട് കൊടുക്കുന്നത്. ഓക്കെ, അല്ലാതെ ഓൾ അറ്റ് വൺസ് നമ്മൾ ഒരിക്കലും ഇവിടെ ഫിനാൻസ് ചെയ്യില്ല. So these are the main features of venture capital. Now let's see its advantage. Feature നമുക്ക് കുറച്ചൊക്കെ അഡ്വാൻറ്റേജസ് കിട്ടില്ല. ലാർജ് സം ഓഫ് ക്യാപിറ്റൽ, ലോങ് ടേം ആണ്, അതുപോലെ തന്നെ ലാർജ് സം ഓഫ് ക്യാപിറ്റൽ ആണ് കൊടുക്കുന്നത്. അത് സ്റ്റേജസ് ആയിട്ടാണ് കൊടുക്കുന്നത്, പക്ഷെ ഒരുപാട് ക്യാപിറ്റൽ ലെൻഡിങ് ഫോർ അൺപ്രൂവൺ ഓർ സ്മോൾ ബിസിനസ്സസ്. അവിടെ മന്ത്ലി റീപേയ്മെന്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. എങ്ങനെയാണ് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ, ഓണർഷിപ്പിലൂടെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് മന്ത്ലി ഇൻട്രസ്റ്റ് ആയിട്ടോ കാര്യങ്ങളോ ആയിട്ടോ ഒന്നും തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് വി ഹാവ് ഓൾസോ സീൻ ദാറ്റ് മാനേജീരിയൽ സപ്പോർട്ട് ഇസ് ഗിവൺ അപ്പാർട്ട് ഫ്രം പ്രൊവൈഡിങ് ഫണ്ട്സ്. അവിടെ പലതരത്തിലുള്ള മെന്റർഷിപ്പ്, മാനേജീരിയൽ ഹെൽപ്സ് ഒക്കെ കൊടുക്കും. ഇറ്റ് ബ്രിങ്സ് സ്മാർട്ട് മണി. സ്മാർട്ട് മണി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് പൈസ മാത്രമല്ല, അപ്പാർട്ട് ഫ്രം മണി ദർ ഓൾസോ പ്രൊവൈഡ് വേരിയസ് എക്സ്പെർട്ടൈസ്, മാർക്കറ്റിംഗില്, ലീഗൽ ഫ്രെയിംവർക്കില്, ബിസിനസിനെ കുറിച്ച് സ്കെയിലിംഗില് എല്ലാതും ഒപ്പീനിയൻസും കാര്യങ്ങളും ഡയറക്ഷൻസും കൊടുക്കും. ആൻഡ് ദ പ്രൊവൈഡ് വാല്യുബിൾ നെറ്റ്വർക്കിംഗ്. അതായത് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കാര്യങ്ങൾ ചെയ്യും, അവരുടെ തന്നെ ഫ്യൂച്ചർ കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നെ ടോപ്പ് ടയർ ടാലന്റ് ഫോർ ഹയറിങ്, അതായത് നല്ല ആൾക്കാരെ ഹയർ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഈ പാർട്ടി ഫൗണ്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കും. അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് ബിസിനസ്സിന് തന്നെ സഹായകരമാകുന്ന പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും. മോറോവർ ദിൽ എൻഹാൻസ് ക്രെഡിബിലിറ്റി. അതായത് ഒരു സ്മോൾ ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു വലിയ കമ്പനിയാണെന്ന് പറയുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും ഈ സ്മോൾ ബിസിനസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇൻ റിസ്ക് മാനേജ്മെന്റ്. അതായത് ഇവര് കമ്പനീസിന്റെ ഓണേഴ്സ് ആണ്, ഓണർഷിപ്പ് സ്റ്റേക്ക് ആണ്. വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ്. അതുകൊണ്ട് തന്നെ കമ്പനി സക്സസ് ആവണം എന്നുള്ളത് ഇവരുടെയും കൂടെ എന്താണ് ഉദ്ദേശമാണ്. അതായത് കമ്പനി സക്സസ് ആയത് ഇവർക്ക് പ്രോപ്പർ റിട്ടേൺ കിട്ടും. അതുകൊണ്ട് തന്നെ അവര് കമ്പനിയുടെ റിസ്ക് മാനേജ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ പ്രൊഫഷണൽ ആയിട്ട് ഹെൽപ്പ് ചെയ്തു കൊടുക്കും. സോ ദീസ് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ. Now let's see what are its disadvantages. ലോസ് ഓഫ് കൺട്രോൾ. ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ആണ് അവർ വരുന്നത്, അല്ലെങ്കിൽ ഇക്വിറ്റി സ്റ്റേക്ക് ഒരു കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടാണ് അവർ വരുന്നത്. സ്വാഭാവികമായിട്ടും ഓണർഷിപ്പിൽ ചില കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കമ്പനിയുടെ സിഇഒ ആയിട്ടും ബാക്കി മേജർ ഹെഡ്സ് ഒക്കെ ആയിട്ട് ചില ഡിഫറൻസ് ഒക്കെ ഒപ്പീനിയൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ഇക്വിറ്റി ഡൈല്യൂഷൻ, അതായത് കമ്പനിയുടെ ഒരു 30%, 40% ഒക്കെ ഷെയർ ഉണ്ടെങ്കിൽ അവരുടെ ഒരു പ്രാതിനിധ്യം അവിടെ കൂടുതലായിരിക്കും, അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും കൂടുതൽ. നെക്സ്റ്റ്, എക്സിറ്റ് പ്രഷർ. VC need to pay back their own investors. This create immense pressure. അതായത് VCs അവർ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഒറ്റയടിക്ക് ഫണ്ട് തരുന്നത് അവരുടെ ഒരു ഒരു ഒറ്റ ഇൻഡിവിജ്വലിന്റെ ഫണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫണ്ടുകളല്ല. അവരെന്ത് ചെയ്യും, അവരും കടം എടുത്തുള്ള ഫണ്ടുകളായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഇൻവെസ്റ്റേഴ്സിനും അത് തിരിച്ചു കൊടുക്കേണ്ട പ്രഷർ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് റിട്ടേൺ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയുടെ ഭാഗത്തൊരു പ്രഷർ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. മോർ ഓവർ റിഗറസ് റിപ്പോർട്ടിംഗ് ബേർഡൻ. അതായത് ഓരോ മാസവും ഓരോ ആഴ്ചയും ഓരോ വർഷവും ഒക്കെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഫിനാൻഷ്യൽ റിപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരും. ആൻഡ് ആസ് ഐ ടോൾഡ് ഏർലിയർ, ഇവിടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബിക്കോസ് ഇറ്റ് ഇസ് മെയിൻലി ഹെൽഡ് ഫോർ ലോങ് ടേം. സോ അതായതുകൊണ്ട് തന്നെ പല ബിസിനസിന്റെ എയിംസ് ആൻഡ് ഗോൾസ് ആയിട്ട് അതവിടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റും കാര്യങ്ങളും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ എക്സാമ്പിൾ, ഇഫ് എ ഫൗണ്ടർ വോണ്ട് ടു ബിൽഡ് എ ബിസിനസ് ഫോർ 50 years or 30 years, അങ്ങനെ ഒരുപാട് ലോങ് ടേമിലേക്കാണ് ഒരു കമ്പനി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വെഞ്ചർ ക്യാപിറ്റലിന്റെ ഉദ്ദേശം പക്ഷെ എന്തായിരിക്കും, പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ട് എക്സിറ്റ് ചെയ്യാനുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഇവരുടെ ഗോൾസ് തമ്മിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ഒബ്ജക്റ്റീവ്സ് തമ്മിൽ ചെറിയൊരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് റിഗറസ് ഡ്യൂ ഡെലിജൻസ്. അതായത് ഇവര് ഫണ്ട് കൊടുക്കുമെങ്കിലും അതിന് ഒരുപാട് ലീഗൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഫിനാൻഷ്യൽ ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും നമ്മൾ നേരത്തെ കണ്ടു, ഓരോ മാസം ചിലപ്പോൾ ഓരോ ആഴ്ച വരെ ഫിനാൻഷ്യൽ കാര്യങ്ങളും ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും.
So അതുകൊണ്ട് തന്നെ ഫണ്ട് കിട്ടാനുള്ള പ്രൊസീജിയർ ഇസ് quite long. So these are the disadvantages of venture capital. In this part, we have seen what is venture capital, its features, advantages, as well as disadvantages.